ഹായ് ഗൈസ്, ഞങ്ങളുടെ ചാനലായ സെൻസസിൻ്റെ സിറ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളുടെ വെൽത്ത് പാർട്ട്ണർ എന്ന നിലയിൽ ഞാൻ നജാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ISMT 13 എക്സാം, അതായത് സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾക്കായുള്ള പുതിയ എക്സാം സംബന്ധിച്ചാണ്. ഈ എക്സാം എല്ലാവർക്കും വേണ്ടി പുതിയതായി ലോഞ്ച് ചെയ്തതാണ്. അതിനായുള്ള വീഡിയോസ് ഞങ്ങൾ തയ്യാറാക്കുകയാണ്. കൂടാതെ ഇവ പാസ് ഫോർ ഷോർ വീഡിയോസ് ആണ്. ഈ വീഡിയോസ് കണ്ടാൽ മാത്രം നിങ്ങൾക്ക് എക്സാം പാസ്സാകാൻ കഴിയുമെന്ന് ഞങ്ങൾ ഉറപ്പാക്കും. ഇതുവരെ നാം ഇക്വിറ്റി ഡെറിവേറ്റീവ് ബുക്കിൽ നിന്നുള്ള 3 ചാപ്റ്ററുകൾ കവർ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ചാപ്റ്റർ നമ്പർ 4 ഇക്വിറ്റി ഡെറിവേറ്റീവ് ബുക്കിൽ നിന്നുള്ള ഇന്ററാക്ഷൻ എന്നതാണ്. അപ്പോൾ ഓപ്ഷൻസ് ഈ ബുക്കിൽ നാം എന്തെല്ലാം പഠിക്കുമെന്ന് നോക്കാം. ഈ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം വായനക്കാരന് എന്തെല്ലാം മനസ്സിലാക്കണമെന്ന് നോക്കാം. ഓപ്ഷൻസിന്റെ കോൺസെപ്റ്റ് എന്താണ് എന്നതിനെക്കുറിച്ച് ഓപ്ഷൻസിന്റെ മുഴുവൻ ആശയം നാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യും. ഓപ്ഷൻസ് എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത്, ഓപ്ഷൻ കോൺട്രാക്റ്റുകളിൽ പേ ഓഫ് എങ്ങനെ നടക്കുന്നു, ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും തമ്മിലുള്ള വ്യത്യാസം, ഓപ്ഷൻസുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചും പഠിക്കും. അതിനാൽ ഓപ്ഷൻ പ്രൈസിൽ നാം ഓപ്ഷൻ ഗ്രീക്സ് എന്താണ് എന്നതും വോളറ്റിലിറ്റിയെക്കുറിച്ചും ഏതേത് ഓപ്ഷൻ ഗ്രീക്സ് ഉണ്ടാകാം എന്നതും ചർച്ച ചെയ്യും. ഓപ്ഷൻ ബയറും സെല്ലറും എന്ന നിലയിൽ ഓപ്ഷനുകൾ എങ്ങനെ വിശകലനം ചെയ്യാം എന്നതിനെ കുറിച്ച് പഠിക്കും. അതിനായി നിങ്ങളൊരു ഓപ്ഷൻ ബയർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ സെല്ലർ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ വിശകലനം നടത്തണം എന്നതിനെക്കുറിച്ച് നോക്കാം. മാർക്കറ്റിൽ നിങ്ങൾ പൊസിഷൻ എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. NISM CDS 13 എന്ന കോമൺ ഡെറിവേറ്റീവ് പരീക്ഷയുടെ പുസ്തകത്തിലുള്ള ഇക്വിറ്റി ഡെറിവേറ്റീവ് എന്ന പുസ്തകത്തിലെ 4-ാം അധ്യായം ഇൻട്രൊഡക്ഷൻ ടു ഓപ്ഷൻസ് എന്നതിൽ നിന്ന്. ആദ്യം നമുക്ക് ഓപ്ഷൻസിന്റെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. നമുക്ക് നോക്കേണ്ടത് ഓപ്ഷൻസ് എന്താണ്, എവിടെയാണ് അവ ഉണ്ടാക്കപ്പെട്ടത് എന്നതാണ്. നോക്കൂ, പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയും നാം 3-ാം അധ്യായത്തിൽ പഠിച്ചതുപോലെയും ഫോർവേഡ് ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ എന്താണെന്ന്. അതിനാൽ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഓപ്ഷൻസ് ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്നതാണ്. അപ്പോൾ ഫ്യൂച്ചർ ഫോർവേഡ് കോൺട്രാക്റ്റുകൾ എന്താണ്? നാം കണ്ടത് അതൊരു കമ്മിറ്റ്മെന്റ് ആണ്. അതായത് നാം ഒരു അണ്ടർലൈയിങ് ആസറ്റിനെ ഭാവിയിൽ ഒരു ദിവസം വാങ്ങാനും വിൽക്കാനും ഒരുമിച്ച് തീരുമാനിക്കുന്നു. അതിന്റെ വിലയും മറ്റു കാര്യങ്ങളും ഇന്ന് തന്നെ നിശ്ചയിക്കും. ഇതിനൊരു ലീനിയർ പേ ഓഫ് ഉണ്ടാകും. അതായത് അത് അനിയന്ത്രിതമായ നഷ്ടങ്ങളും ലാഭങ്ങളും ഉണ്ടാകാം എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഫ്യൂച്ചേഴ്സ് ഫോർവേഡുകൾ നിങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത്? അതായത് അനിയന്ത്രിതമായ നഷ്ടങ്ങളും ലാഭങ്ങളും ഉണ്ടാകാം എന്ന് സൂചിപ്പിക്കുന്നു. പക്ഷെ അവരെന്താണ് ചെയ്യുന്നത്? ചില മാർക്കറ്റ് പങ്കാളികൾക്ക് അപ്പർ സൈഡ് ലാഭം നേടാൻ ശ്രമിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകും. പക്ഷെ അവർക്ക് വേണമെന്നത് എൻ്റെ ഡൗൺ സൈഡ് നിയന്ത്രിക്കപ്പെടണമെന്നാണ്. അതിനാൽ പറയാനുള്ളത് എന്തെന്നാൽ, കുറച്ച് റിസ്ക് എടുത്ത് കൂടുതൽ പണം സമ്പാദിക്കാനുള്ള സാധ്യത അവർക്കുണ്ട്. അല്ലെങ്കിൽ കുറച്ച് പണം മുടക്കി എൻ്റെ മുഴുവൻ മൂലധനം അല്ലെങ്കിൽ എൻ്റെ നഷ്ടം പരിമിതമാകണം, പക്ഷേ എൻ്റെ ലാഭം അനിയന്ത്രിതമായിരിക്കണം. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മാർക്കറ്റിൽ കണ്ടെത്താൻ ചില ഇൻവെസ്റ്റർമാർ ശ്രമിക്കുന്നു. അതിനാലാണ് അനുസരിച്ച് ഓപ്ഷനുകൾ എന്നത് ഉദയിച്ചു എന്ന് കണ്ടു. ഇന്ന് അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകളായി ഓപ്ഷന്റെ ജനനം നടന്നു. അവിടെ അവർ അനിയന്ത്രിത ലാഭം അനുവദിച്ചു. അതിനാൽ നിങ്ങൾ ഓപ്ഷൻ വഴി അനിയന്ത്രിത ലാഭം നേടാൻ കഴിയും. നിങ്ങളൊരു ഓപ്ഷൻ വാങ്ങുമ്പോൾ അതിന്റെ വഴി നിങ്ങൾക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാം എങ്ങനെ ബയർ ഓപ്ഷൻ വഴി അനിയന്ത്രിത ലാഭം നേടാമെന്ന്. അതിനാൽ അനിയന്ത്രിത ലാഭം നിങ്ങൾക്ക് നേടാൻ കഴിയും. നിങ്ങൾ ഓപ്ഷൻ വാങ്ങുമ്പോഴും അണ്ടർലൈയിങ് അസറ്റ് വിൽക്കുമ്പോഴും നഷ്ടം നിയന്ത്രിക്കാൻ വ്യവസ്ഥയുണ്ട്. അതിനാൽ ചില നഷ്ടങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് അനിയന്ത്രിത സാധ്യതകൾ തേടുന്നതിനാണ് ഓപ്ഷനുകൾ ജനിച്ചത്. കൂടാതെ പല നിക്ഷേപകരും ഇത്തരം മാർക്കറ്റുകളിൽ ഇത്തരം അവസരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാലാണ് ഓപ്ഷനുകൾ ജനിച്ചത്. അപ്പോൾ ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ അതിനാൽ പറയപ്പെടുന്നത് ഫ്യൂച്ചേഴ്സും ഓപ്ഷനുകളും മാസ് ഡിസ്ട്രക്ഷന്റെ ആയുധങ്ങളാണെന്നാണ്. ഈ കാര്യങ്ങൾ ശരിയായി ഉപയോഗിക്കാതെ പോയാൽ നിങ്ങളുടെ മുഴുവൻ മൂലധനം പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ വിശ്വസിക്കൂ, നിങ്ങൾ ഈ കാര്യങ്ങൾ വളരെ നന്നായി ഉപയോഗിച്ച് ഓപ്ഷൻസിന്റെ സ്ട്രാറ്റജികൾ മനസ്സിലാക്കി ഓപ്ഷനുകളിൽ നിക്ഷേപം ചെയ്താൽ ഇത് ഒരു വിധത്തിൽ നിങ്ങൾക്ക് വളരെ നല്ല റിട്ടേൺസും നൽകാൻ കഴിയും. പക്ഷെ ഒരു ഇൻവെസ്റ്ററുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. ഓപ്ഷൻ ബയർ ആരാണ്, ഓപ്ഷൻ സെല്ലർ ആരാണ്, ഓപ്ഷൻ ബയറിന് എങ്ങനെ അനിയന്ത്രിതമായ ലാഭമുണ്ടാകും, പരിമിതമായ നഷ്ടം എങ്ങനെയുണ്ടാകും, ഓപ്ഷൻ സെല്ലറിന് എങ്ങനെ അനിയന്ത്രിതമായ നഷ്ടവും പരിമിതമായ ലാഭവും ഉണ്ടാകും എന്നിങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനാകും. ഇപ്പൊ നോക്കാം ഓപ്ഷൻ എന്നത് എന്താണ്. കാണൂ, ഓപ്ഷൻ കോൺട്രാക്ട് എന്നതും ഒരു കോൺട്രാക്ട് തന്നെയാണ്. ഇത് ഓപ്ഷൻ ഹോൾഡറിന് അവകാശം നൽകുന്നു, എന്നാൽ ബാധ്യതയില്ല. അതായത് ഓപ്ഷൻ ഹോൾഡർക്ക് അല്ലെങ്കിൽ ഓപ്ഷൻ ബയറിന് ഈ കോൺട്രാക്ട് അവകാശം നൽകുന്നു, പക്ഷേ ബാധ്യതയില്ല. അവന് അവകാശം മാത്രമാണ്, ബാധ്യതയില്ല. അണ്ടർലൈയിങ് ആസറ്റ് നിശ്ചിത തീയതിക്ക് മുമ്പ് മുൻകൂട്ടി നിശ്ചയിച്ച വിലയിൽ വാങ്ങാനും വിൽക്കാനും അവന് അവകാശമുണ്ട്. അതിനാൽ പറയാനുള്ളത് എന്തെന്നാൽ, ഇന്ന് ഞാൻ ഈ കോൺട്രാക്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഈ ഓപ്ഷൻ ഉണ്ട്,
എനിക്ക് ഈ അവകാശമുണ്ട്, പക്ഷെ ബാധ്യതയില്ല. അതായത് ഞാൻ ആ പ്രത്യേക കോൺട്രാക്റ്റ് ഇന്ന് വാങ്ങാനും വിൽക്കാനും കഴിയും. അണ്ടർലൈയിങ് ആസറ്റ് എക്സ്പയറി തീയതിയിലും അല്ലെങ്കിൽ എക്സ്പയറിക്ക് മുമ്പും മുൻകൂട്ടി നിശ്ചയിച്ച വിലയിൽ ചെയ്യാം. അപ്പോൾ ഈ കോൺട്രാക്റ്റ് നമുക്ക് ഓപ്ഷൻ കോൺട്രാക്റ്റ് എന്ന് വിളിക്കും. ഞാൻ അവകാശത്തെക്കുറിച്ച് പറഞ്ഞത് ഈ അവകാശം ബൈ റൈറ്റ് ആകാം. നിങ്ങളിത് വാങ്ങാൻ കഴിയും. ഓപ്ഷന് പ്രീമിയം എങ്ങനെ കാണാമെന്നാൽ ഓരോ ഓപ്ഷനും നിങ്ങൾക്കൊരു പ്രീമിയം നൽകേണ്ടതുണ്ട്. നിങ്ങൾ ബയർ ആണോ സെല്ലർ ആണോ എന്നത് കാര്യമില്ല. നിങ്ങൾ ബൈ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രീമിയം നൽകേണ്ടതുണ്ട്. ഓപ്ഷനിൽ നിങ്ങൾ സെൽ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രീമിയം നൽകേണ്ടതുണ്ട്. ഏതു പാർട്ടിയാണ് ലോങ് പൊസിഷനിലുള്ളത്, അതായത് ബൈ ചെയ്യുന്നവൻ, ബൈ പൊസിഷനിലുള്ളവൻ, അതായത് കോൺട്രാക്റ്റിന്റെ ഹോൾഡർ എന്ന് പറയാം, അവർക്കാണ് ലോങ് പൊസിഷൻ. നിങ്ങൾ കോൺട്രാക്റ്റ് ബൈ ചെയ്യുന്നു. ഏതു പാർട്ടിയാണ് ഷോർട്ട് പൊസിഷൻ എടുക്കുന്നത്, അതായത് ഓപ്ഷൻ ഷോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓപ്ഷൻ സെൽ ചെയ്യുന്നത്, അവരെ നാം സെല്ലർ അല്ലെങ്കിൽ റൈറ്റർ ഓഫ് ദ ഓപ്ഷൻ എന്ന് വിളിക്കും. ഇത് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓപ്ഷൻ ബയറിനെ നാം ഓപ്ഷൻ ഹോൾഡർ എന്നും അവന്റെ പൊസിഷൻ ലോങ് ആണെന്നും വിളിക്കും. ഓപ്ഷൻ സെല്ലറെ നാം സെല്ലർ എന്നും റൈറ്റർ ഓഫ് ദ ഓപ്ഷൻ എന്നും വിളിക്കും. അവന്റെ പൊസിഷൻ സെല്ലിലാണ്. മറ്റൊരു കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ്. ഓപ്ഷൻ ബയർ, അതായത് ഓപ്ഷൻ വാങ്ങുന്നവൻ, സെല്ലറിന് പ്രീമിയം നൽകണം. അതായത് ബയർ ഓപ്ഷൻ വാങ്ങുമ്പോൾ ഒരു പ്രീമിയം നൽകേണ്ടതുണ്ട്. ഓപ്ഷൻ സെൽ ചെയ്യുന്നവന് ഓപ്ഷൻ വാങ്ങുന്ന സമയത്ത് ഈ പ്രീമിയം നൽകുമ്പോൾ നിങ്ങൾക്ക് അവകാശം ലഭിക്കും, പക്ഷേ നിങ്ങൾക്ക് ബാധ്യതയില്ല. അതായത് ആ ആസറ്റിന്റെ ഓപ്ഷൻ, അണ്ടർലൈങ് ആസറ്റിന്റെ ഓപ്ഷൻ നിങ്ങൾക്ക് വാങ്ങാനോ വിൽക്കാനോ കഴിയും ഒരു മുൻകൂട്ടി നിശ്ചയിച്ച വിലയിൽ. ഇന്ന് വിൽക്കാനോ അല്ലെങ്കിൽ എക്സ്പയറി ദിവസത്തിൽ വിൽക്കാനോ എപ്പോഴും വിൽക്കാനോ കഴിയും. അതിനാൽ ഈ സ്റ്റേറ്റ്മെന്റ് തുടരുകയാണ്. ഓപ്ഷൻ ബയറിന് അവകാശമുണ്ട് പക്ഷെ ബാധ്യതയില്ല അണ്ടർലൈങ് ആസറ്റിനെ വാങ്ങാനും വിൽക്കാനും ബന്ധപ്പെട്ട്. ഞാൻ ഇതിനകം നിങ്ങൾക്കിത് വിശദീകരിച്ചു. എന്നാൽ ഓപ്ഷൻ റൈറ്ററിന് കോൺട്രാക്റ്റിൽ ബാധ്യതയുണ്ട്. അതായത് ഓപ്ഷൻ ബയർ തന്റെ ഓപ്ഷൻ എക്സർസൈസ് ചെയ്യുമ്പോഴാണ് ഈ പൊസിഷൻ അവന് അനുകൂലമാകുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ചാപ്റ്ററിൽ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാകും. ഏത് രീതിയിലാണ് വിവിധ പൊസിഷനുകൾ, ഏത് കാര്യങ്ങളിലാണ് ഓപ്ഷൻ ബയറിന് ലാഭം ലഭിക്കുക തുടങ്ങിയവ. ഏത് കാര്യങ്ങളിലാണ് ഓപ്ഷൻ സെല്ലറിന് ലാഭം ലഭിക്കുക എന്നും മറ്റൊരു ഭാഗത്ത് ഓപ്ഷൻ റൈറ്റർ നിയമപരമായി കോൺട്രാക്റ്റ് പാലിക്കാൻ ബാധ്യസ്ഥനാണ് എന്നതും. ഓപ്ഷൻ ബയർ തന്റെ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുമ്പോഴും ഓപ്ഷൻ ബയർ ഓപ്ഷൻ വിൽക്കാൻ ആഗ്രഹിക്കുമ്പോഴും എക്സസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴും ഓപ്ഷൻ സെല്ലർ നിയമപരമായി ബാധ്യസ്ഥനാകും. അവൻ ആ കോൺട്രാക്റ്റ് പിന്നീട് നൽകേണ്ടി വരും. അവയൊക്കെ എങ്ങനെ നടക്കുമ? നോക്കൂ, സാധാരണയായി രണ്ട് ഓപ്ഷനുകൾ ഉണ്ട്. ഒരു കോൾ ഓപ്ഷനും ഒരു പുട്ട് ഓപ്ഷനും. സാധാരണയായി എന്താണ് സംഭവിക്കുന്നത് എങ്കിൽ ഓപ്ഷൻ ബയർ അല്ലെങ്കിൽ ഹോൾഡർക്ക് അണ്ടർലൈങ് വാങ്ങാനുള്ള അവകാശം കോൾ ഓപ്ഷനിലൂടെയാണ് ലഭിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും അണ്ടർലൈൻ ആസറ്റ് വാങ്ങാൻ ശ്രമിക്കുമ്പോഴും അതിനെ വാങ്ങുമ്പോഴും അതിന് കോൾ ഓപ്ഷൻ എന്ന് വിളിക്കുന്നു. അതായത് നിങ്ങൾക്ക് അവകാശം ലഭിക്കുന്ന ഓപ്ഷനാണ് കോൾ ഓപ്ഷൻ. അതുപോലെ തന്നെ അണ്ടർലൈൻ ആസറ്റ് വിൽക്കാനുള്ള അവകാശം ലഭിക്കുന്ന ഓപ്ഷനാണ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് വാങ്ങാനുള്ള അവകാശം ലഭിച്ചാൽ അതിന് കോൾ ഓപ്ഷൻ എന്ന് വിളിക്കും, വിൽക്കാനുള്ള അവകാശം ലഭിച്ചാൽ അതിന് പുട്ട് ഓപ്ഷൻ എന്ന് വിളിക്കും. ഇപ്പോൾ ഓപ്ഷൻ ടെർമിനോളജി മാർക്കറ്റിൽ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഞാൻ നിഫ്റ്റിയുടെ കോൾ ഓപ്ഷൻ കോഡ്സ് ഉദാഹരണമായി ടേബിളിൽ നൽകിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇൻസ്ട്രുമെന്റ് ടൈപ്പ് ഓപ്ഷൻ ഇൻഡെക്സ് ആണ്, അതിനാൽ ഇത് നിഫ്റ്റിയുടെ ഓപ്ഷൻ ആണ്. അതിനാൽ ഓപ്ഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ ധീരെ വിശദീകരിക്കും. ഇൻസ്ട്രുമെന്റ് ടൈപ്പിൽ ഇപ്പോൾ ഓപ്ഷൻ ഇൻഡെക്സ് നോക്കാം. ഇത് ഏത് ഇൻസ്ട്രുമെന്റ് ആണ്? ഓപ്ഷൻ ഇൻഡെക്സ് ആണ്. അണ്ടർലൈങ് നിഫ്റ്റി 50 ആണ്. എക്സ്പയറി തീയതി 25-ാം തീയതിയാണ്. ഓപ്ഷൻ ടൈപ്പ് കോൾ യൂറോപ്യൻ ആണ്. അതിനാൽ യൂറോപ്യൻ കോൾ ആണോ അമേരിക്കൻ ആണോ? ഇവ രണ്ടും ഇനി ചാപ്റ്ററിൽ വരും. സ്ട്രൈക്ക് പ്രൈസ് ആണ്. നിഫ്റ്റിയുടെ 18,400 ആണ്. ഓപ്ഷൻ പ്രൈസ് 1255, പ്രൈസ് 130 പോയി. ലോ പ്രൈസ് 90 TL, ക്ലോസ് പ്രൈസ് 1-4 ആയി. ക്രെഡിറ്റ് വാർഡിംഗ് സിറ്റി 1000 കോൺട്രാക്റ്റുകൾ ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് എന്നത് ഇത്രയധികം പൊസിഷനുകൾ ഇപ്പോഴും ഓപ്പൺ ആണ്, ക്ലോസ് ചെയ്തിട്ടില്ല. മോർ 14,97,000 ചുറ്റുമാണ് നിങ്ങൾ. ഇപ്പോൾ ഓപ്പൺ പൊസിഷൻ ഉണ്ട്. അണ്ടർലൈങ് വാല്യൂ ഇതിൽ 18,315 രൂപയാണ് നടക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ അണ്ടർലൈങ് വാല്യൂ ഇപ്പം നടക്കുകയാണ് 3,350 ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന്റെ സ്ട്രൈക്ക് പ്രൈസ് 18,400 ഇപ്പോൾ നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷന്റെ കാര്യത്തിലാണ് നാം സംസാരിക്കുന്നത്. ഇൻസ്ട്രുമെന്റ് സീമിൽ ഓപ്ഷൻ ഇൻഡെക്സ് ആണ്. നിഫ്റ്റി 50 ആണ്, അത് 25 കോ. ഈ ഓപ്ഷൻ എക്സ്പയർ ആവേർഡ് പുട്ട് യൂറോക്കിനാണ്. സ്ട്രൈക്ക് പ്രൈസ് 18,400 ആണ്. ഓപ്ഷൻ പ്രൈസ് 193 ആയിപ്പോയി. ഹൈ പ്രൈസ് 2 ആയിരുന്നു. ലോ പ്രൈസ്, ക്ലോസ് പ്രൈസ് എന്നിവയും. ഇവിടെ ക്രെഡിറ്റ് വോളിയം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് കാണാം. 31,000 ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇവിടെ 4,97,000 സമീപം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. അണ്ടർലൈങ് വാല്യൂ ഏകദേശം 18,315 ആണ്. അതിനാൽ നിങ്ങൾക്ക് കാണാം അവിടെ കോൾ ഓപ്ഷനിൽ കുറച്ച് ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതലായിരുന്നു. ഇവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് കുറവാണ്. മുന്നോട്ട് വരുന്ന ചാപ്റ്ററുകളിൽ നാം ഓപ്ഷൻ കോൺട്രാക്ട് എന്താണ്,
ഓപ്പൺ ഇൻട്രസ്റ്റ് എന്താണ് എന്നതും പഠിക്കും. നോക്കൂ, ഇൻഡെക്സ് ഓപ്ഷൻ എന്നത് ഇൻഡെക്സ് ഓപ്ഷൻ ആണ്, അതായത് സ്റ്റോക്ക് ഇൻഡെക്സ് ആണ് അണ്ടർലൈങ് ആസെറ്റ്. അതിനാൽ ഇൻഡെക്സ് ഓപ്ഷനുകളിൽ അണ്ടർലൈങ് ആസെറ്റ് എന്തായിരിക്കും? ഏതെങ്കിലും ഇൻഡെക്സ് ആയിരിക്കും. ഉദാഹരണത്തിന് നിഫ്റ്റിയുടെ ഓപ്ഷൻ, ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ, സെൻസെക്സ് ഓപ്ഷൻ എന്നിവ. ഇവിടെ അണ്ടർലൈങ് അസറ്റ് നിങ്ങളുടെ ഇൻഡെക്സ് ആണ്. സ്റ്റോക്ക് ഓപ്ഷനിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഓപ്ഷൻ വ്യക്തിഗത സ്റ്റോക്കിൻ്റെതായിരിക്കും. ഉദാഹരണത്തിന് ഓപ്ഷൻ നമ്മൾ ONGCയുടേത് എടുത്തു, NTPCയുടേത് എടുത്തു, SBIയുടേത് എടുത്തു എന്നിങ്ങനെ. അപ്പോൾ ഞാൻ SBIയുടെ കോൾ ഓപ്ഷൻ എടുക്കുമ്പോൾ SBI ആണ് അണ്ടർലൈൻ. ഞാൻ SBIയുടെ പുട്ട് ഓപ്ഷൻ എടുക്കുമ്പോഴും SBI തന്നെയാണ് അണ്ടർലൈൻ. അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഇൻഡെക്സ് ഓപ്ഷൻ എടുക്കുമ്പോൾ ആ ഇൻഡെക്സിൽ ഞാൻ ലോങ് അല്ലെങ്കിൽ ഷോർട്ട് പൊസിഷൻ എടുക്കുന്നു. ഇതാണ് നമ്മൾ ഇൻഡെക്സ് ഓപ്ഷൻ ബയർ ഓഫ് ദ ഓപ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പം നോക്കൂ, ഇവിടെ ഓപ്ഷൻ ബയർ ആരാണ് എന്നത്, അവനാണ് റൈറ്റ്. പക്ഷെ അവനേക്ക് ഓബ്ലിഗേഷൻ ഇല്ല. അങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ ഈ റൈറ്റ് നേടാൻ അവൻ സെല്ലറിന് ഒരു പ്രീമിയം നൽകേണ്ടി വരും. അതിനുശേഷം അവൻ ആ റൈറ്റ് ലഭിക്കും. അപ്പോൾ കോൾ ഓപ്ഷനിൽ അണ്ടർലൈങ് അസറ്റ് വാങ്ങാനുള്ള റൈറ്റ്, പുട്ട് ഓപ്ഷനിൽ അണ്ടർലൈങ് അസറ്റ് വിൽക്കാനുള്ള റൈറ്റ്. അതിനാൽ നിങ്ങൾ ബൈ ചെയ്യുമ്പോൾ നിങ്ങൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുകയാണോ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുകയാണോ എന്നത് വേറെയല്ല. രണ്ടും നിങ്ങൾ ബൈ ചെയ്യാം, രണ്ടും നിങ്ങൾ സെല്ല് ചെയ്യാനും കഴിയും. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ്റെ ബയറാണെങ്കിൽ അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഓപ്ഷൻ്റെ ബയറാണെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ പ്രീമിയം സെല്ലറിന് നൽകേണ്ടതുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഓപ്ഷൻ വാങ്ങുകയാണെങ്കിൽ, കോളോ ഓപ്ഷൻ വാങ്ങുകയാണെങ്കിൽ, നിഫ്റ്റിയുടെ കോളോ എടുക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നിഫ്റ്റിയുടെ പുട്ട് എടുക്കുകയാണെങ്കിൽ, നാളെ കോളോ എടുക്കുമ്പോൾ, കോളോ ബൈ ചെയ്യുമ്പോൾ നമ്മൾ മാർക്കറ്റ് മേലേക്ക് പോകുമെന്ന് കരുതുമ്പോഴാണ് കോളോ ഓപ്ഷൻ ബൈ ചെയ്യുന്നത്. മാർക്കറ്റ് താഴേക്ക് പോകും, മാർക്കറ്റ് ബെറിഷ് മോഡിലാണെന്ന് നമ്മൾ കരുതുമ്പോൾ അപ്പോൾ നാം പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്താൽ മാർക്കറ്റ് എത്രയോ ഉയരുമ്പോൾ അത്രയേറെ ലാഭം ലഭിക്കും. ഇത് അടുത്തു വരുന്ന അധ്യായങ്ങളിൽ നമ്മൾ പഠിക്കും. അതിനാൽ നിങ്ങൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോഴോ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുകയാണോ നിങ്ങൾക്കൊരു പ്രീമിയം നൽകേണ്ടി വരും. ഈ കാര്യം മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം. നമ്മൾ ഒരു കോൺട്രാക്റ്റ് ബൈ ചെയ്യുമ്പോൾ പ്രീമിയം നൽകേണ്ടതുണ്ട്. ഇരുവശത്തും നിങ്ങൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോഴും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുമ്പോഴും ഓപ്ഷൻ്റെ സെല്ലറിന് നിങ്ങൾ പ്രീമിയം നൽകണം. ഇപ്പോൾ ഓപ്ഷൻ്റെ റൈറ്റർ എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ ഓപ്ഷൻ വിൽക്കുകയും ചെയ്യാം, ബൈ ചെയ്യുകയും ചെയ്യാം, വിൽക്കുകയും ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ പക്ഷെ നിങ്ങൾ ഓപ്ഷൻ വിൽക്കുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് പ്രീമിയം ലഭിക്കും. അതായത് നിങ്ങൾ ഓപ്ഷൻ വിൽക്കുകയാണെങ്കിൽ ഓപ്ഷൻ വാങ്ങുന്നയാളിൽ നിന്ന് നിങ്ങൾക്ക് പ്രീമിയം ലഭിക്കും. അതിനാൽ നിങ്ങൾ അവിടെ പ്രീമിയം ലഭിക്കും. അതിനാൽ നിങ്ങളൊരു ബാധ്യതയുള്ളവനാകും. ബയറിന് അവൻ ഓപ്ഷൻ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്താൽ ബയർ തൻ്റെ അവകാശം എപ്പോഴെങ്കിലും ഉപയോഗിച്ചാൽ പിന്നീട് നിങ്ങൾക്കൊരു ബാധ്യതയുണ്ടാകും. ഇവിടെ കാര്യം എന്തെന്നാൽ നിങ്ങൾക്ക് അണ്ടർലൈങ് ആസ്തി പിന്നീട് അവന് നൽകേണ്ടി വരും. എപ്പോഴെങ്കിലും ബയർ തൻ്റെ അവകാശം ഉപയോഗിച്ച് ഓപ്ഷൻ എക്സസൈസ് ചെയ്യുമ്പോൾ അതിനാലാണ് നിങ്ങൾക്ക് ഓപ്ഷൻ പ്രീമിയം ലഭിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് അണ്ടർലൈങ് ആസ്തി എന്താണെങ്കിലും നിങ്ങൾ സെല്ലറാണെന്ന നിലയിൽ ബാധ്യതയുണ്ട്. ബയർ തൻ്റെ അവകാശം എക്സസൈസ് ചെയ്താൽ അവന് അതിനും അവകാശം ഉണ്ടാവും. കോൾ ഓപ്ഷനിൽ സെല്ല് ചെയ്യാനുള്ള ബാധ്യതയും പുട്ട് ഓപ്ഷനിൽ വാങ്ങാനുള്ള ബാധ്യതയും അമേരിക്കൻ ഓപ്ഷനുകളിൽ ഉണ്ടാകും. ഇപ്പം നോക്കാം അമേരിക്കൻ ഓപ്ഷനുകൾ ഏവയാണ് എന്ന്. നോക്കൂ, അമേരിക്കൻ ഓപ്ഷന്റെ ഉടമയായ ബയർക്ക് കരാറിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപോ അതിനിടയിലോ തൻ്റെ അവകാശം എപ്പോൾ വേണമെങ്കിലും എക്സസൈസ് ചെയ്യാൻ കഴിയും. അതായത് അമേരിക്കൻ ഓപ്ഷനുകളിൽ സാധാരണയായി ബയർ, അതായത് ഓപ്ഷന്റെ ഹോൾഡർ, തൻ്റെ അവകാശം എപ്പോൾ വേണമെങ്കിലും എക്സസൈസ് ചെയ്യാൻ കഴിയും. എപ്പോൾ വേണമെങ്കിലും, അതായത് എക്സ്പയറി ദിവസവും അല്ലെങ്കിൽ അതിനു മുൻപും. കരാറിൽ യൂറോപ്യൻ ഓപ്ഷനുകളിൽ സാധാരണയായി എന്താണ് സംഭവിക്കുന്നതെന്നാൽ അവൻ തൻ്റെ അവകാശം എക്സസൈസ് ചെയ്യാൻ കഴിയുന്നത് കരാറിൻ്റെ എക്സ്പയറി തീയതിയിൽ മാത്രമാണ്. അതിനാൽ യൂറോപ്യൻ ഓപ്ഷന്റെ ഉടമയോ ഹോൾഡറോ അവൻക്ക് തൻ്റെ അവകാശം എക്സസൈസ് ചെയ്യാൻ കഴിയുന്നത്, അതായത് അവൻക്ക് ആ റൈറ്റ് ഉപയോഗിക്കാൻ കഴിയുന്നത് എക്സ്പയറി തീയതിയിൽ മാത്രം. അതേ ദിവസം മാത്രമാണ് ആ കരാറിൽ ചെയ്യാൻ കഴിയുക. ഇവിടെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ത്യയിലെ എല്ലാ ഇൻഡെക്സ് ഓപ്ഷനുകളും സ്റ്റോക്ക് ഓപ്ഷനുകളും യൂറോപ്യൻ സ്റ്റൈലിലാണ് എന്നതാണ്. ഇനി ഞാൻ ഓപ്ഷൻ പ്രീമിയം എങ്ങനെ എടുക്കുന്നു എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. ഉദാഹരണത്തിന് ഇപ്പം നോക്കൂ, ഇത് ആ ഓപ്ഷൻ ബയറും ഓപ്ഷൻ സെല്ലറും തമ്മിലുള്ള വിലയാണ്. അപ്പോൾ ഓപ്ഷൻ പ്രീമിയം എന്താണെന്നാൽ അത് ഓപ്ഷൻ ബയർ സെല്ലറിന് നൽകുന്ന വിലയാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ അണ്ടർലൈങ് നിഫ്റ്റി ആണെങ്കിൽ നിങ്ങൾ നിഫ്റ്റിയുടെ ഒരു ഓപ്ഷൻ വാങ്ങുകയാണെങ്കിൽ, നിഫ്റ്റിയുടെ ഒരു കോൾ ഓപ്ഷൻ ഏതെങ്കിലും സ്ട്രൈക്ക് പ്രൈസിൽ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വില സെല്ലറിന് നൽകേണ്ടതുണ്ട്. അതാണ് ഓപ്ഷൻ പ്രീമിയം എന്ന് പറയുന്നത്.
ഇപ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. 2 ഓപ്ഷൻ പ്രീമിയംസ് ഉണ്ട്. ഒരു 124 രൂപയാണ് കോൾ ഓപ്ഷന്റെ വിലയും ഒരു 177 രൂപയാണ് പുട്ട് ഓപ്ഷന്റെ വിലയും. ഇരുവരുടെയും സ്ട്രൈക്ക് പ്രൈസ് 18,400 ആണ്. അതായത് ഞാൻ നിഫ്റ്റിയുടെ 18,400 സ്ട്രൈക്ക് പ്രൈസിലുള്ള കോൾ ഓപ്ഷൻ വാങ്ങുവാണെങ്കിൽ അതിന്റെ വില ഒരു 124 രൂപയാണ്. അതുപോലെ ഞാൻ പുട്ട് ഓപ്ഷൻ വാങ്ങുവാണെങ്കിൽ അതിന്റെ വില ഒരു 177 രൂപയാണ്. ഈ ഓപ്ഷനുകൾ 25-ാം തീയതി എക്സ്പയർ ചെയ്യും. പ്രീമിയം എന്നത് ഒറ്റ നിഫ്റ്റി ഓപ്ഷന്റെ യൂണിറ്റിനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് മൊത്തം പ്രീമിയം കണക്കാക്കണമെങ്കിൽ, കോൺട്രാക്റ്റിന്റെ പ്രീമിയം കണക്കാക്കണമെങ്കിൽ ഈ പ്രീമിയം ലോട്ട് സൈസുമായി ഗുണിക്കണം. അതായത് നിങ്ങൾക്ക് മൊത്തം കോൺട്രാക്റ്റ് മൂല്യം കണക്കാക്കണമെങ്കിൽ ലോട്ട് സൈസുമായി ഗുണിക്കേണ്ടതുണ്ട്. അപ്പോൾ നിഫ്റ്റിയുടെ ലോട്ട് സൈസ് എത്രയാണ്? ഉദാഹരണത്തിന് നിഫ്റ്റിയുടെ ലോട്ട് സൈസ് 75 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ പ്രീമിയത്തിനായി എത്ര പണം നൽകേണ്ടി വരും? നിങ്ങൾക്ക് പുട്ട് ഓപ്ഷൻ വാങ്ങണമെങ്കിൽ നിഫ്റ്റിയുടെ ലോട്ട് സൈസ് 75 ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ വാങ്ങേണ്ടതുണ്ട്. കോൾ ഓപ്ഷനിൽ നിങ്ങളുടെ പ്രീമിയം ഒരു 124 രൂപയായിരുന്നു. അതായത് ഒരു 124.50 പൈസ ഗുണിച്ച് 75. അതാണ് കോൺട്രാക്ട് വാല്യൂ. പുട്ട് ഓപ്ഷനിൽ 75.60 പൈസ ഗുണിച്ച് 75. അതാണ് നിങ്ങളുടെ കോൺട്രാക്ട് വാല്യൂ. അപ്പം നിഫ്റ്റിയുടെ ലോട്ട് സൈസ് എത്രയാണെന്ന് നോക്കണം. ചോദ്യം എങ്ങനെ വരും എന്ന് കാണൂ. ചോദ്യം ഇങ്ങനെ വരും. നിങ്ങൾക്ക് കോൾ പ്രൈസ് കൊടുത്തിരിക്കും. ഉദാഹരണത്തിന് 4 നിഫ്റ്റിയുടെ ഈ സ്ട്രൈക്ക് പ്രൈസിന്റെ പ്രീമിയം 100 രൂപയാണ്. ലോട്ട് സൈസ് 70 ആണ്. കോൺട്രാക്ട് വാല്യൂ എങ്ങനെ കണക്കാക്കുമെന്ന് ചോദിക്കും. കോൺട്രാക്ട് വാല്യൂ എങ്ങനെ കണക്കാക്കാം? ഇപ്പൊ ആ പ്രത്യേക 100 രൂപയെ നമുക്ക് 75 കൊണ്ട് ഗുണിച്ചാൽ, അതായത് 100 ഗുണിച്ച് 75 നിങ്ങൾക്ക് 7,500 രൂപയാണ് കോൺട്രാക്ട് വാല്യൂ കിട്ടുന്നത്. അങ്ങനെ ഒരു ചോദ്യം വരും, കോൺട്രാക്ട് വാല്യൂ എങ്ങനെ കണക്കാക്കാമെന്ന്. അതിനായി നിങ്ങൾ പ്രീമിയം ലോട്ട് സൈസിൽ ഗുണിക്കണം. അങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷൻ പ്രീമിയത്തിന്റെ കോൺട്രാക്ട് വാല്യൂ കിട്ടും. ഇപ്പോൾ സ്പോട്ട് പ്രൈസ് കുറിച്ച് സംസാരിക്കാം. നോക്കൂ, സ്പോട്ട് പ്രൈസ് എന്നത് എന്താണ്? കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ സ്പോട്ട് പ്രൈസ് എന്നത് അണ്ടർലൈങ് ആസെറ്റ് സ്പോട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോഴുള്ള വിലയാണ്. അതായത് നിഫ്റ്റിയുടെ ക്യാഷ് വില, അണ്ടർലൈങ് ആസെറ്റിന്റെ ക്യാഷ് വില സ്പോട്ട് മാർക്കറ്റിൽ ആ സമയത്ത് ട്രേഡ് ചെയ്യുന്നത്, അതാണ് സ്പോട്ട് പ്രൈസ്. അത് നമുക്ക് സ്പോട്ട് പ്രൈസ് എന്ന് വിളിക്കും. ഉദാഹരണത്തിന് ഇവിടെ നിഫ്റ്റിയുടെ വില എത്രയാണെന്ന് കാണിച്ചിരിക്കുന്നു. 18,315 രൂപ 10 പൈസ ആ സമയത്ത്. അതിനാൽ ഇതാണ് നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ്. ഇപ്പം നമുക്ക് സ്ട്രൈക്ക് പ്രൈസ്, എക്സസൈസ് പ്രൈസ് എന്നിവയെക്കുറിച്ച് സംസാരിക്കാം. നോക്കൂ, സ്ട്രൈക്ക് പ്രൈസ് എന്നത് ആ വിലയാണ്. അതിൽ ഷെയർ വാങ്ങാനോ വിൽക്കാനോ കഴിയും. അണ്ടർലൈങ് സെക്യൂരിറ്റി കോൾ ഓപ്ഷൻ വാങ്ങുന്നവനും പുട്ട് ഓപ്ഷൻ വിൽക്കുന്നവനും ഈ വിലയിൽ ഇടപാടുകൾ നടത്തുന്നു. നമ്മുടെ ഉദാഹരണത്തിൽ സ്ട്രൈക്ക് പ്രൈസ് എത്രയായിരുന്നു? നിഫ്റ്റിയുടെയും കോൾ ഓപ്ഷന്റെയും അത് 18,400 ആയിരുന്നു. അതായത് 18,400 വിലയിലെ. നിങ്ങൾ നാളെ എടുക്കുന്ന ഓപ്ഷനാണ് നാം സ്ട്രൈക്ക് പ്രൈസ് എന്ന് വിളിക്കുന്നത്. അതിനാൽ ഈ സ്ട്രൈക്ക് പ്രൈസ് എന്തായാലും ആകാം. അണ്ടർലൈങ് സ്പോട്ട് പ്രൈസ്, അതായത് നിഫ്റ്റിയുടെ വില 18,3500 ആണ്. ഇവിടെ നാം സംസാരിക്കുന്നത് സ്ട്രൈക്ക് പ്രൈസ് 18,400 കുറിച്ചാണ്. അപ്പോൾ നാം വാങ്ങുന്ന അണ്ടർലൈൻ സെക്യൂരിറ്റിയുടെ കോൺട്രാക്ട് ഏതാണ് എന്നത് നാം സ്ട്രൈക്ക് പ്രൈസ് എന്ന് വിളിക്കുന്നു. ഇപ്പോൾ ഇവിടെ നാം 18,500 കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും വാങ്ങാൻ കഴിയും. നാം 18,600-ന്റെയും 700-ന്റെയും 18,3000-ന്റെയും ഓപ്ഷൻ ഇതിൽ വാങ്ങാൻ കഴിയും. ഇവയാണ് സ്ട്രൈക്ക് ട്രൈക്കർ. നിങ്ങളൊരു ഡിമാറ്റ് അക്കൗണ്ട് തുറന്ന് ട്രേഡ് ചെയ്യുമ്പോൾ എത്ര ഓപ്ഷനുകളുടെ എത്ര വിലയാണുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതനുസരിച്ച് നിങ്ങൾക്ക് കോൾ ഓപ്ഷൻ വാങ്ങാനും ബയർക്ക് വിൽക്കാനും കഴിയും. ഓപ്പൺ ഇൻട്രസ്റ്റ് നാം കണ്ടത് ആകെ എത്ര ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രാക്റ്റുകൾ ഉണ്ട് എന്നതാണ്. അതായത് നിങ്ങളുടെ കോൺട്രാക്റ്റുകൾ എത്ര ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്ന്. അത് തന്നെയാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് കാണിക്കുന്നത്. ഓപ്ഷനുകളുടെ എക്സസൈസ് നോക്കൂ. ഇന്ത്യയിൽ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഓപ്ഷൻ കോൺട്രാക്റ്റുകൾ യൂറോപ്യൻ സ്റ്റൈൽ ഓപ്ഷനുകളാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ബയർക്ക് തന്റെ ഓപ്ഷൻ എപ്പോഴാണ് എക്സസൈസ് ചെയ്യാൻ കഴിയുക എന്ന് നോക്കൂ. ഈ കോൺട്രാക്റ്റുകളുടെ മെച്യൂരിറ്റിയുടെ സമയത്താണ് ബയർക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയുക. അതായത് ബയർക്ക് എപ്പോഴാണ് എക്സസൈസ് ചെയ്യാൻ കഴിയുക? മാത്രം എക്സ്പയറി ദിവസമാണ്. ശരി, ഇതാണ് ഓപ്ഷന്റെ എക്സസൈസ്. ഇപ്പോൾ നാം മണി ഓഫ് ദ ഓപ്ഷൻ എന്നതിനെ കുറിച്ച് സംസാരിക്കാൻ. ഓപ്ഷൻ എപ്പോഴാണ് ഇൻ ദ മണി, എപ്പോഴാണ് ഔട്ട് ഓഫ് ദ മണി, എപ്പോഴാണ് എറ്റ് ദ മണി എന്ന് പറയുന്നതെന്ന് നോക്കാം. ഇതിൽ വളരെ അധികം ചോദ്യങ്ങൾ വേണം. അപ്പോൾ നമുക്ക് ഇൻ ദ മണി കോൾ ഓപ്ഷൻ മനസ്സിലാക്കാം. നോക്കൂ, ഈ ഓപ്ഷൻ എന്ത് ചെയ്യും? ഓപ്ഷൻ ഹോൾഡറിന് പോസിറ്റീവ് ക്യാഷ് ഫ്ലോ നൽകും. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മനസ്സിൽ ഉറപ്പായിരിക്കണം. ഈ ഓപ്ഷൻ ഹോൾഡറിന് നൽകും പോസിറ്റീവ് ക്യാഷ് ഫ്ലോ. നിങ്ങൾക്ക് പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ലഭിക്കുമ്പോൾ അതിനെ നാം ഇൻ ദ മണി കോൾ ഓപ്ഷൻ എന്ന് വിളിക്കും. ഇത് സെറ്റ് ചെയ്യുമ്പോഴും ഇൻ ദ മണി ആകുന്നത് എപ്പോഴാണെന്ന് ശ്രദ്ധയോടെ കേൾക്കൂ. സ്പോട്ട് പ്രൈസ് സ്ട്രൈക്ക് പ്രൈസിനേക്കാൾ ഉയർന്നിരിക്കുമ്പോൾ. ഒരു പുട്ട് ഓപ്ഷനെ നാം ഇൻ ദ മണി എന്ന് വിളിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? സ്പോട്ട് പ്രൈസ് സ്ട്രൈക്ക് പ്രൈസിനേക്കാൾ താഴെയായിരിക്കുമ്പോൾ. സ്ട്രൈക്ക് പ്രൈസ്
അപ്പോൾ നമ്മുടെ ഉദാഹരണത്തിൽ പുട്ട് ഓപ്ഷൻ ഇൻ ദ മണി ആയിരുന്നു. കാരണം അതിൻ്റെ സ്പോട്ട് പ്രൈസ് സ്ട്രൈക്ക് പ്രൈസിനേക്കാൾ കുറവായിരുന്നു. അതിനാൽ നമ്മുടെ ഉദാഹരണത്തിൽ ആ പുട്ട് ഓപ്ഷൻ ഇൻ ദ മണി ആയി. ഇപ്പോൾ അറ്റ് ദ മണിയെക്കുറിച്ച് സംസാരിക്കാം. അറ്റ് ദ മണി ഓപ്ഷൻ സാധാരണയായി സീറോ ക്യാഷ് ഫ്ലോ നൽകുന്നു. അതിന് ഉടൻ എക്സസൈസ് ചെയ്യാം. അതിനാൽ നിങ്ങളിപ്പോൾ എക്സസൈസ് ചെയ്താൽ അത് നിങ്ങൾക്ക് സീറോ ക്യാഷ് ഫ്ലോ നൽകും. അതായത് സ്ട്രൈക്ക് പ്രൈസ് സ്പോട്ട് പ്രൈസിന് തുല്യമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സ്ട്രൈക്ക് പ്രൈസ് നിങ്ങളുടെ സ്പോട്ട് പ്രൈസിന് തുല്യമാണ് എന്നതാണ്. ഇനി ഔട്ട് ഓഫ് ദ മണി ഓപ്ഷനുകളെ കുറിച്ച് നോക്കാം. ഇപ്പോൾ നാം സംസാരിക്കുന്നത് ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻ എന്താണ് എന്നതിനെ കുറിച്ചാണ്. അതായത് സ്ട്രൈക്ക് പ്രൈസ് സ്പോട്ട് പ്രൈസിനേക്കാൾ എങ്ങനെ വ്യത്യസ്തമാണ് ഓപ്ഷൻ ഹോൾഡറിനായി. അതിനാൽ നിങ്ങളൊരു ഓപ്ഷൻ ബയർ ആണെങ്കിൽ നിങ്ങളുടെ സ്പോട്ട് പ്രൈസ് നിങ്ങളുടെ സ്ട്രൈക്ക് പ്രൈസിനേക്കാൾ കുറവാണ്. അതാണ് സ്ട്രൈക്ക് പ്രൈസ് സ്പോട്ട് പ്രൈസിനേക്കാൾ കൂടുതലാണ്. അതിനാൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്, ഈ ഓപ്ഷൻ ഹോൾഡറിന് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ നൽകും. നിങ്ങൾക്ക് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ലഭിക്കും നിങ്ങൾ ഇത് ഉടൻ എക്സസൈസ് ചെയ്താൽ. അപ്പോൾ ഒരു കോൾ ഓപ്ഷൻ്റെ കാര്യത്തിൽ സംസാരിക്കാം. ഒരു കോൾ ഓപ്ഷൻ എപ്പോൾ ഔട്ട് ഓഫ് ദ മണി ആവുന്നെന്നാൽ അത് സ്പോട്ട് പ്രൈസ് സ്ട്രൈക്ക് പ്രൈസിനേക്കാൾ കുറവായിരിക്കുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ സ്പോട്ട് പ്രൈസ് സ്ട്രൈക്ക് പ്രൈസിനേക്കാൾ കുറവായിരിക്കുമ്പോൾ പുട്ട് ഓപ്ഷൻ എപ്പോൾ ഔട്ട് ഓഫ് ദ മണി ആവും, അതായത് നിങ്ങളുടെ സ്പോട്ട് പ്രൈസ് സ്ട്രൈക്ക് പ്രൈസിനേക്കാൾ കൂടുതലായിരിക്കുമ്പോൾ. അതിനാൽ നമ്മുടെ ഉദാഹരണത്തിൽ കോൾ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ മണിയാണ് ഞാൻ പറഞ്ഞതുപോലെ. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ ഇൻട്രിൻസിക് മൂല്യത്തെക്കുറിച്ച് സംസാരിക്കാം. ഇൻട്രിൻസിക് മൂല്യം എന്നത് ഒരു ഓപ്ഷൻ ഇൻ ദ മണി ആകുന്ന അളവാണ്. അതായത് ഓപ്ഷൻ ബയർക്ക് പ്രീമിയം അടയ്ക്കുന്നതിന് മുമ്പ് ലഭിക്കുന്ന അമൗണ്ട് ഇതാണ്. അപ്പോൾ പ്രീമിയം അടയ്ക്കുന്നതിന് മുമ്പുള്ള എമൗണ്ട് തന്നെയാണ് ഇൻട്രിൻസിക് മൂല്യം സൂചിപ്പിക്കുന്നത്. അതായത് ഓപ്ഷൻ ബയർക്ക് പ്രീമിയം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ലഭിക്കുന്ന എമൗണ്ട്. ഇപ്പം നമ്മൾ ഓപ്ഷനുകളുടെ പേ ഓഫ് ചാർട്ടിനെ കുറിച്ച് സംസാരിക്കാം. പേ ഓഫ് ചാർട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നതും ലോങ് പൊസിഷൻ സംബന്ധിച്ചും നോക്കാം. അപ്പം നിങ്ങളൊരു ലോങ് പൊസിഷനിലാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഓപ്ഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിധത്തിൽ അവകാശം ലഭിക്കുന്നു, പക്ഷെ ബാധ്യതയില്ല. അതിനാൽ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങളൊരു ഇക്വിറ്റി ഓപ്ഷൻ കോൺട്രാക്റ്റ് ലോങ് ആണെങ്കിൽ അപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് ഓപ്ഷൻ എക്സസൈസ് ചെയ്യാനുള്ള അവകാശമാണ്. നിങ്ങളുടെ സാധ്യതയുള്ള നഷ്ടം നിങ്ങൾ നൽകിയ ഓപ്ഷൻ പ്രീമിയം വരെ മാത്രമേ ഉണ്ടാവൂ. അതിനാൽ നിങ്ങളുടെ പരമാവധി നഷ്ടം നിങ്ങൾ നൽകിയ പ്രീമിയം അത്രയായിരിക്കൂ. അണ്ടർലൈങ് അസറ്റിൻ്റെ നിലവാരവും നിങ്ങൾ എത്ര വിലയ്ക്ക് വാങ്ങിയതും ഇപ്പോൾ നിങ്ങളുടെ സ്ട്രൈക്ക് പ്രൈസ് എത്രയാണെന്നും ആശ്രയിച്ചാണ് നിങ്ങൾക്ക് ലാഭമുണ്ടാകുന്നത്. നിങ്ങൾ ഓപ്ഷൻ ഷോർട്ട് ചെയ്താൽ നിങ്ങളുടെ പരമാവധി ലാഭം നിങ്ങൾ സ്വീകരിച്ച പ്രീമിയം അത്രയായിരിക്കും. ശരി, ഈ കേസിൽ നിങ്ങളുടെ നഷ്ടസാധ്യത അനിയന്ത്രിതമായിരിക്കും. ഇതെങ്ങനെ നടക്കുന്നുവെന്ന് ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് വിശദീകരിക്കാൻ ശ്രമിക്കും. ഉദാഹരണത്തിന് നിങ്ങളുടെ സ്റ്റോക്ക് ഇൻഡെക്സ് ഇപ്പോൾ കൊട്ട് ചെയ്യുന്നു കരുതുക. ഇപ്പോൾ 17,562 എന്ന വിലയിൽ ഒരു സ്റ്റോക്ക് ഇൻഡെക്സ് കൊട്ടിയിരുന്നു. അതായത് 17,562 രൂപയിൽ നിങ്ങളൊരു നിയർ മന്ത് കോൾ ഓപ്ഷൻ വാങ്ങിയിട്ടുണ്ട്. സ്ട്രൈക്ക് പ്രൈസ് 17,500 എത്ത്, പ്രീമിയം 100 രൂപ. അതിനാൽ നിങ്ങൾക്ക് ഏത് സ്ട്രൈക്ക് പ്രൈസിൻ്റെ കോൾ ഓപ്ഷനും വാങ്ങാൻ കഴിയും. ഇവിടെ 17,000 ഉൾപ്പെടെ എല്ലാ സ്ട്രൈക്ക് പ്രൈസുകളും നിങ്ങൾക്ക് ലഭ്യമാണ്. പക്ഷേ ഈ ഉദാഹരണത്തിൽ നിങ്ങൾ 17,500 എന്ന സ്ട്രൈക്കിലുള്ള കോൾ ഓപ്ഷൻ വാങ്ങിയിരിക്കുന്നു. പ്രീമിയം രൂപ 90 ചേർക്കുക. കോൾ ഓപ്ഷൻ വാങ്ങുന്നത് നിങ്ങൾക്ക് അവകാശം നൽകുന്നു, ബാധ്യതയല്ല. അണ്ടർലൈങ് ആസ്തി വാങ്ങാനുള്ള അവകാശം. ഈ ഉദാഹരണത്തിൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? ഇൻഡെക്സ് 17,500-ൽ കോൾ ഓപ്ഷന്റെ എക്സ്പയറി തീയതിയിൽ ഇൻഡെക്സ് വാങ്ങാനുള്ള അവകാശം. ശരി, അതിനാൽ ഇൻഡെക്സ് ക്ലോസ് ചെയ്താൽ ഏകദേശം 17,500 എന്ന നിലയിൽ എക്സ്പയറി സമയത്ത് നിങ്ങൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ 17,500-ലെ കോൾ ഓപ്ഷൻ വാങ്ങിയിരിക്കുന്നു. അതിന് നിങ്ങൾ 95 രൂപ പ്രീമിയം നൽകിയിട്ടുണ്ട്. എക്സ്പയറി സമയത്ത് ഇൻഡെക്സ് വില 17,500-ന് മുകളിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ എക്സസൈസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങളത് വൃത്തിയില്ലാതെ എക്സ്പയർ ആക്കാൻ അനുവദിക്കും. അതിനേക്കാൾ താഴെ പോയാൽ നിങ്ങൾക്ക് യാതൊരു ലാഭവും ഉണ്ടാകില്ല. നിങ്ങൾ നൽകിയ പ്രീമിയം നഷ്ടമാകും. അത് 0 തീരും. അതിനാൽ നിങ്ങൾ നൽകിയ പ്രീമിയം മുഴുവൻ 0 തീരും. നിങ്ങൾ പറഞ്ഞ ഇൻഡെക്സ് വില 17,500-ന് താഴെ പോയാൽ. ഈ ടേബിൾ ഉപയോഗിച്ച് നോക്കൂ, മനസ്സിലാക്കാം. പിന്നീട് നോക്കാം സ്ട്രൈക്ക് പ്രൈസ് എങ്ങനെ രൂപപ്പെടുന്നു. നിങ്ങളുടെ സ്ട്രൈക്ക് പ്രൈസ് 17,500 ആണ്, പ്രീമിയം 95 ആണ്. ഇപ്പോൾ എക്സ്പയറിയിൽ ഇൻഡെക്സ് വില എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇടതുവശത്താണ്. ഇത് ഇൻഡെക്സ് എപ്പോഴാണ് എവിടെയാണ് ക്ലോസ് ചെയ്യുന്നത് എന്നതിൻ്റെ വിലയാണ്. അപ്പോൾ നിങ്ങൾ നിഫ്റ്റിയുടെ ഓപ്ഷൻ എടുത്തു, 17,500 രൂപയുടെ പ്രീമിയം നൽകി, അതിൻ്റെ 95 ആണ്. ഇപ്പോൾ ബയർ ആരാണെന്ന് നോക്കാം. നിങ്ങൾ കോൾ ഓപ്ഷൻ എടുത്താൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളുടെ പരമാവധി നഷ്ടം എത്രയാകാമെന്നാൽ നിങ്ങൾ നൽകിയ തുക എത്രയേ നഷ്ടമാകൂ.
പ്രീമിയം എന്നത് ഇൻഡെക്സ് മൂല്യത്തിൽ ഇടതുവശത്ത് നൽകിയിരിക്കുന്നു. 17,100-ൽ നിന്ന് 18,000 വരെ നിഫ്റ്റിയുടെ മൂല്യമാണ് ഈ ഇൻഡെക്സിൽ നൽകിയിരിക്കുന്നത്. നിങ്ങൾ നൽകിയ പ്രീമിയം എത്രയാണെന്നാൽ 95 രൂപ. അതാണ് മുഴുവൻ 95ഉം എക്സ്പയറിയിൽ പൂർണ്ണമായും ഉപയോഗിച്ചിരിക്കുന്നു. ഇപ്പം നിങ്ങൾ നോക്കൂ, എക്സ്പയറിയിൽ നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കുന്നുവെന്ന്. 17,100 നിഫ്റ്റിയുടെ മൂല്യം. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടം എത്രയാണ് നോക്കൂ, -95, -95 17,500 വരെ നിങ്ങൾക്ക് -95 രൂപയുടെ നഷ്ടമുണ്ടാകും. ഇവിടെ നഷ്ടമാണ്, ശരിയാണോ? 17,600-ൽ നിങ്ങൾക്ക് ലാഭമുണ്ടാകുന്നത് വെറും 5 രൂപ മാത്രമാണ്. കാരണം പേ ഓൺ എക്സ്പയറിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കൂ, 100 രൂപ ലഭിക്കും. എന്നാൽ 17,600-ൽ നിഫ്റ്റി ക്ലോസ് ചെയ്താൽ, അതാണ് 17,600 രൂപയിൽ നിഫ്റ്റി ക്ലോസ് ചെയ്താൽ, ഇപ്പോൾ അത് ഇന്തമണിയായി നിങ്ങളുടെ നിഫ്റ്റി, ശരിയാണോ? പക്ഷെ നിങ്ങൾക്ക് നെറ്റിൽ കിട്ടിയത് എത്രയാണെന്ന് നോക്കൂ, 5 രൂപ മാത്രമാണ്. കാരണം 95 രൂപ അതിനായി നിങ്ങൾ പ്രീമിയം പേ ചെയ്തിട്ടുണ്ട്. അതിനാൽ നിങ്ങളുടെ നെറ്റ് പേ ഓഫ് ഇവിടെ വെറും 5 രൂപയാവും. പക്ഷെ 17,600-ൽ ഇപ്പം മാർക്കറ്റ് ഉയരുമ്പോൾ നിങ്ങളുടെ ലാഭവും കൂടുന്നു. കാരണം നിങ്ങളൊരു ഓപ്ഷൻ വാങ്ങുമ്പോൾ, നിങ്ങളൊരു കോൾ ഓപ്ഷൻ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ കരുതുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ സാധ്യത നിങ്ങൾ കരുതുന്നത് നിഫ്റ്റി എത്ര ഉയരുന്നു അത്രയും എനിക്ക് ലാഭമുണ്ടാവുമെന്നാണ്. ഇവിടെ 17,700. ഇപ്പോൾ നിഫ്റ്റിയുടെ മൂല്യം വന്നിരിക്കുന്നു. നിങ്ങൾ 95 പ്രീമിയം നൽകിയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് 200 രൂപ അധികം ലഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ 17,700 എത്തിയിരിക്കുന്നു. ഇപ്പോൾ നിഫ്റ്റിയുടെ മൂല്യം 200 രൂപ കൂടി ഉയർന്നിരിക്കുന്നു. നിങ്ങളുടെ കോൾ എടുത്ത മാനുവൽ സ്ട്രൈക്ക് പ്രൈസിനേക്കാൾ ഇപ്പം നിഫ്റ്റിയുടെ മൂല്യം 200 രൂപ അധികം കൂടിയിരിക്കുന്നു. വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കുക. പക്ഷെ നിങ്ങളുടെ ആകെ ലാഭം എത്രയാണ്? ഒരു 0.5. എന്തുകൊണ്ട്? 95 ഇതിനകം നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പോയി. നോക്കൂ, 18,800. നിങ്ങൾ 300 രൂപ നൽകണം. കാലാവധി കഴിയുമ്പോൾ 300 രൂപ നൽകും. പക്ഷെ നിങ്ങളുടെ അറ്റാദായം 200.05 രൂപയായിരിക്കും. 17,900. എക്സ്പയറി കഴിഞ്ഞാൽ 400 രൂപ നിങ്ങളുടെ മേൽ വരും. സ്ട്രൈക്ക് പ്രൈസിൽ നിന്ന് നിങ്ങൾക്ക് 3,500 ലാഭം ലഭിച്ചു. അതിനാൽ നിങ്ങൾ നടത്തിയ ഇൻവെസ്റ്റ്മെന്റിന് മുകളിൽ ലാഭം ലഭിച്ചു. അപ്പം 95 നിങ്ങളുടെ പ്രീമിയം നിങ്ങളുടെ ജേബിൽ നിന്ന് പോയി. എന്നാൽ നിങ്ങൾക്ക് 3,500 ലാഭം ലഭിക്കുന്നു. നിഫ്റ്റി 18,000-ലെത്തി. അതായത് നിങ്ങളുടെ സ്ട്രൈക്ക് പ്രൈസിൽ നിന്ന് 500 രൂപ മുകളിൽ. അതിനാൽ നിങ്ങൾക്ക് 400, 400, 500 രൂപയുടെ ലാഭം ലഭിക്കുന്നു. അതായത് 400, 500 രൂപയുടെ. ഇത് നോക്കൂ, ഈ ഗ്രാഫ് നിങ്ങളെ എന്നാണ് മനസ്സിലാക്കാൻ സഹായിക്കുന്നതെന്നാൽ നിഫ്റ്റി 17,500 വരെ പോയെങ്കിലും 17,600 രൂപയിൽ നിങ്ങളുടെ ലാഭം 0-ലേക്ക് എത്തി. അതിനുശേഷം നോക്കൂ, അത് മുകളിലേക്ക് പോകുന്നു. ഇപ്പോൾ നിഫ്റ്റി 11,900 അതിനാൽ അതനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ 1,400 രൂപയുടെ ലാഭം ലഭിച്ചു. അതിനാൽ ഇവിടെ അനിയന്ത്രിതമായ ലാഭമാണ്. ഒന്ന് വയർ ഓഫ് ദി ഓപ്ഷനിൽ. അതിനാൽ നിങ്ങൾ പുട്ട് ഓപ്ഷൻ വാങ്ങിയാലും കോൾ ഓപ്ഷൻ വാങ്ങിയാലും നിങ്ങൾക്ക് അനിയന്ത്രിതമായ ലാഭം ലഭിക്കും. നിങ്ങളുടെ നഷ്ടം എത്രയാണെന്നാൽ നിങ്ങൾ നൽകിയ പ്രീമിയം അത്രയാണ്, അതായത് ലിമിറ്റഡ്. ഇപ്പോൾ ഈ കോൺട്രാക്റ്റിന്റെ മൂല്യം എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ കോൺട്രാക്റ്റ് ഇൻഡെക്സ് ലോട്ട് സൈസ് എത്രയാണെന്ന് നോക്കണം. അപ്പോൾ 50 എന്നാണ് നൽകിയിരിക്കുന്നത്. അതിനാൽ നമുക്കതിനെ 95-നെ 50-ൽ ഗുണിച്ചാൽ ആകെ കോൺട്രാക്റ്റ് മൂല്യം കിട്ടും. അപ്പോൾ എത്രയാവും നിങ്ങളുടെ മൂല്യം? 4,750 രൂപ. ഇതാണ് നിങ്ങളുടെ കോൺട്രാക്റ്റ് മൂല്യം. ഇപ്പോൾ നാം ഷോർട്ട് കോളിനെ കുറിച്ച് മനസ്സിലാക്കാം. ഒരാൾ ഓപ്ഷൻ ബയർ ആണെങ്കിൽ മറ്റൊരാൾ ഓപ്ഷൻ സെല്ലറുമായിരിക്കണം. ഇവിടെ ഒരു കൗണ്ടർ പാർട്ടി ഉണ്ടായിരിക്കണം. നിങ്ങൾ ഓപ്ഷൻ വിൽക്കുകയാണെങ്കിൽ ഈ കേസിൽ നിങ്ങളുടെ പരമാവധി നഷ്ടം എത്രയാവും? കോൾ ഓപ്ഷനിൽ എത്രയാണെന്ന് നോക്കുമ്പോൾ അത് പ്രീമിയം പെയ്ഡ് എന്നതിന് തുല്യമാണ്. അതാണ് അർത്ഥം. അപ്പോൾ ഷോർട്ട് പൊസിഷനിലെ പരമാവധി ലാഭം എന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രീമിയത്തിനാണ് തുല്യം. അതിനാൽ പറയാനുള്ളത്, പോട്ട് ഓപ്ഷൻ വാങ്ങിയവന്റെ പരമാവധി ലാഭം പ്രീമിയം ലഭിച്ചതിലേക്കാണ് പരിമിതമായിരിക്കുന്നത്. ഇപ്പോൾ ശ്രദ്ധയോടെ മനസ്സിലാക്കൂ. ഈ ഓപ്ഷൻ വഴി ഈ ടേബിൾ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാം. സ്ട്രൈക്ക് പ്രൈസ് 17,500. നിങ്ങൾ പ്രീമിയം 95 രൂപ നൽകിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത്? കോൾ ഷോർട്ട് ചെയ്തിരിക്കുന്നു. അതായത് നിങ്ങൾക്ക് ഷോർട്ട് പൊസിഷനാണ്, കോൾ ഷോർട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് ഈ ഇടപാടിൽ 95 രൂപ പ്രീമിയം ലഭിക്കും. ഇപ്പോൾ ഇൻഡെക്സ് മൂല്യം കാണൂ, അത് 17,100. പക്ഷെ നിങ്ങൾക്ക് ലഭിച്ച പ്രീമിയം 95 രൂപയാണ്. പേ ഔട്ട് എക്സ്പയറി സമയത്ത് നിങ്ങളുടെ മൂല്യം 0. അതായത് 17,600-ൽ. ഇനി 17,600 രൂപയിൽ നിങ്ങൾക്ക് -100. 17,700-ൽ -200. 17,800-ൽ -3000. പക്ഷെ നെറ്റിൽ നിങ്ങൾക്ക് എത്ര ലഭിക്കുന്നു എന്ന് നോക്കൂ. അപ്പം നിങ്ങളുടെ ലാഭം 17,500. അതായത് 17,500 എന്ന സ്ട്രൈക്ക് പ്രൈസിൽ നിങ്ങൾ പുട്ടെടുത്തതാണ്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കോളിനെ വിറ്റു, അതായത് കോളിനെ വിൽക്കുകയാണ് ചെയ്തത്. കോളിനെ ഷോർട്ട് ചെയ്തതിൻ്റെ അർത്ഥം മാർക്കറ്റ് ഈ സ്ട്രൈക്ക് പ്രൈസിന് മുകളിൽ പോകില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതിനാലാണ് ആ സ്ട്രൈക്ക് പ്രൈസിലെ കോളിനെ ഷോർട്ട് ചെയ്തത്. അതായത് കോളിൻ്റെ പ്രീമിയം നിങ്ങൾക്ക് ലഭിച്ചു, കോൾ ഓപ്ഷൻ ഹോൾഡർ നിങ്ങൾക്ക് നൽകിയ പ്രീമിയം നിങ്ങൾ സ്വീകരിച്ചു.
ഇപ്പോൾ നോക്കൂ, നിങ്ങൾക്ക് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാകുന്നുവെന്ന്. 17,500-ന് താഴെ എത്രയാണോ മാർക്കറ്റ്, അത്രയും നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്നു. ശരിയാണോ? മാർക്കറ്റ് മേലോട്ട് പോകുമ്പോൾ 17,600, 700, 800, 900 എന്നിങ്ങനെ നിങ്ങളുടെ നഷ്ടം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ 100, 5, 200, 5, 3000, 5, 400, 5 എന്നിങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇവയാണ് പുട്ട് ഓപ്ഷൻ ബൈയും നിങ്ങളുടെ കോൾ ഓപ്ഷൻ സെല്ലും. ഒരു ടേബിൾ വഴി നോക്കൂ. ഓപ്ഷൻ കോൺട്രാക്റ്റുകളുടെ റിസ്ക് ആൻഡ് റിട്ടേൺ പ്രൊഫൈൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. അതായത് റിസ്ക്കും റിട്ടേണും എത്രയാണെന്ന്. നിങ്ങൾ ഓപ്ഷൻ ലോങ് ചെയ്താൽ, അതായത് ബൈ ചെയ്താൽ, നിങ്ങൾ നൽകിയ പ്രീമിയം തന്നെയാണ് നിങ്ങളുടെ റിസ്ക്. പക്ഷെ റിട്ടേൺ അനിയന്ത്രിതമാണ്, അൺലിമിറ്റഡ് ആണ്. എന്നാൽ നിങ്ങൾ ഓപ്ഷൻ ഷോർട്ട് ചെയ്താൽ നിങ്ങളുടെ റിസ്ക് അനിയന്ത്രിതമാക്കും. പക്ഷെ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രീമിയം മാത്രമാണ്. ഇപ്പോൾ ഓപ്ഷൻ മെല്ലയെ ബാധിക്കുന്ന ചില അടിസ്ഥാനപരമായ പാരാമീറ്ററുകൾ കുറിച്ച് സംസാരിക്കാം. ഏറ്റവും ആദ്യം സ്പോട്ട് പ്രൈസ് നോക്കണം. അതായത് ആ അണ്ടർലൈങ് അസറ്റിന്റെ സ്പോട്ട് പ്രൈസ് എത്രയാണെന്ന് അതാണ് പ്രധാനമായും നിർണ്ണയിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ എടുക്കുന്ന ഓപ്ഷന്റെ സ്ട്രൈക്ക് പ്രൈസ്, അതിനുശേഷം വൊളാറ്റിലിറ്റി അഥവാ ആ അണ്ടർലൈങ് ആസറ്റിന്റെ വിലയിൽ എത്ര വൊളാറ്റിലിറ്റി ഉണ്ട് എന്നത്. വിലയിൽ കൂടുതൽ വൊളാറ്റിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ലാഭം അല്ലെങ്കിൽ നഷ്ടമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. എത്ര സമയം ബാക്കിയുണ്ട് എക്സ്പയറിയിലേക്ക് എന്നതും ആ പ്രത്യേക ഓപ്ഷനിൽ എത്ര ഇൻട്രസ്റ്റ് ഉണ്ട് എന്നതും ഓൾ ചേർന്ന് ഈ 5 കാര്യങ്ങളാണ് ഓപ്ഷൻ വിലയെ അടിസ്ഥാനപരമായി നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ നാം ഓപ്ഷൻ ഗ്രിക്സ് മനസ്സിലാക്കാം. അതിനായി ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കാം. അവയാണ് നിങ്ങൾക്ക് പ്രധാനമായും അളക്കേണ്ടത്. ഓപ്ഷൻ വിലയിൽ എങ്ങനെ മാറ്റങ്ങൾ വരാമെന്നതും നാം കാണാം. ആദ്യം ഡെൽറ്റയെ നോക്കൂ. ഡെൽറ്റ എന്താണ് അളക്കുന്നത്? ഡെൽറ്റ ഒരു ഓപ്ഷന്റെ സെൻസിറ്റിവിറ്റി അളക്കുന്നു. അതായത് അണ്ടർലൈങ് ആസറ്റിന്റെ വിലയിൽ ചെറിയ മാറ്റം വന്നാൽ എൻ്റെ ഓപ്ഷനിൽ എന്ത് സ്വാധീനം ഉണ്ടാകും എന്നതാണ് ഇത് കാണിക്കുന്നത്. അതായത് വിലയിൽ ചെറിയൊരു മാറ്റം മുകളിലോ താഴെയോ സംഭവിച്ചാൽ എൻ്റെ ഓപ്ഷനിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നതാണ് ഡെൽറ്റ കാണിക്കുന്നത്.